ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സിദ്ദിഖിൻ്റെ സമയം. സിദ്ദിഖാണ് വാർത്താ താരം. വെറും താരം മാത്രമല്ല, സിദ്ദിഖ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി താൽക്കാലികമായിട്ടുള്ള ജാമ്യം സമ്പാദിച്ചു വന്നിരിക്കുകയാണ്. അതിൻ്റെ ലഡ്ഡു വിതരണമൊക്കെ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും. കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അടുത്തുള്ളവർക്കൊക്കെ ലഡ്ഡു കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ആവശ്യപ്പെട്ടാൽ ഓൺലൈനിൽ അയച്ചു തരുമെന്ന് പറയുന്നുണ്ട്. ലഡ്ഡു കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് സിദ്ദിഖിനെ സംബന്ധിച്ച്, സിദ്ദിഖിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച്, കൂട്ടുകാരെ സംബന്ധിച്ച്, അഭ്യുദയകാംക്ഷികളെ സംബന്ധിച്ച്, ഫാൻസുകാരെ സംബന്ധിച്ചൊക്കെ സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയാണത്. പക്ഷെ കോടതി ഒരു കാര്യം കൂടി അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയായി ഇനി അവിടെ ജീവിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചാൽ ചെന്ന് സംസാരിക്കണം. അറസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ വിടും. കാരണം മുൻകൂർ ജാമ്യത്തിൻ്റെ ഉള്ളതുകൊണ്ട് 2 ആഴ്ച അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടൊക്കെ അതിൻ്റെ ആനുകൂല്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കാതെ നടന്നാൽ ഭാവിക്ക് നല്ലത് തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വക്കീലുമായിട്ട് ആലോചിച്ച്, തൻ്റെ സൂപ്പർ സ്റ്റാറുമായിട്ട് ആലോചിച്ച് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിക്കുകയാണെങ്കിൽ, അത് തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും എവിടെയായാലും വിളിക്കുകയാണെങ്കിൽ അവിടെ പോയി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് വിടട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അവരെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണെന്ന് ആലോചിക്കണം. ആ ദിവസം ഉള്ളത് കൊണ്ടാണ് സിദ്ദിഖ് ഇന്ന് ഇത്രയും നിലയിലെത്തിയെന്ന് ആലോചിക്കണം. എന്താണെന്ന്, സിദ്ദിഖിൻ്റെ ജന്മദിനം. മനസ്സിലായ? ഇന്ന് പിറന്നാളാണ് സിദ്ദിഖിൻ്റെ. ആ പിറന്നാൾ എവിടെയോ ഇരുന്നു കൊണ്ട് ആഘോഷിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ആഘോഷം കുറച്ച് പേരിൽ ഒതുക്കി ആഘോഷിക്കുന്നുണ്ട്. ഈ പിറന്നാളിൻ്റെ കാര്യവും ആഘോഷത്തിൻ്റെ കാര്യവും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, മിക്ക വേണ്ടപ്പെട്ടവർക്കറിയാം. അങ്ങനെ വേണ്ടപ്പെട്ടവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർ ഒരു ഗെറ്റ് ടുഗദറായിട്ട് കൂടുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും കീഴടങ്ങാൻ സാധ്യത ഇല്ല. അയ്യോ, കീഴടങ്ങിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. കീഴടങ്ങലല്ല. അതായത് വിജയശ്രീ ലാളിതനായി 2 ആഴ്ചയ്ക്ക് ഒന്നും ചെയ്യരുത്, അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ, ദൂരെയുള്ള പലർക്കും അറിയാം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഒന്നും സംഭവിച്ചിട്ടില്ല. സുഖമായി സ്വാതന്ത്ര്യത്തോടെ ഇവിടെ വിഹരിക്കുക തന്നെയാണ് സിദ്ദിഖ് എന്ന് ആലോചിക്കണം. അത് യഥാർത്ഥം നമ്മൾ പറയാല്ലേ, പണം കയ്യിൽ വേണം, നല്ല വക്കീലുമാർ കയ്യിൽ വേണം, അധികാര കേന്ദ്രങ്ങൾ വേണം. പിന്നെ നിങ്ങൾക്ക് എനിക്ക് ആർക്കും എന്തും ചെയ്യാം. ഇത് പഴയ ഒരു പഴമൊഴിയാണെന്ന് ആലോചിക്കണം. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറേ കാശും നല്ലൊരു വക്കീലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കേസും രക്ഷപ്പെടാമെന്നുള്ളത്. കാരണം തെളിവുകളാണ് വേണ്ടത്. തെളിവുകളില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ ഉണ്ടാക്കിയാലും ആ തെളിവുകളൊക്കെ സ്വന്തം പോക്കറ്റിലാക്കി നിർത്താനുള്ള കഴിവുണ്ടാലോചിക്കണം. അത് പണം കൊണ്ടാവാം, ഭീഷണി കൊണ്ടാവാം, ഗുണ്ടാപ്പണി കൊണ്ടാകാം, അല്ലെങ്കിൽ കരിവാരി തേച്ചിട്ടായിരിക്കാം, പല രീതിയിലും. കാരണം ഈ പഴയ ആൾക്കാർ ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളെ മോശക്കാരാക്കാം, ഇല്ലാതാക്കാം. ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതിശക്തന്മാരാകുമ്പോൾ ഭരണാധികാരികൾ പോലും ഭയന്ന് വിറയ്ക്കുന്ന ആലോചിക്കണം. അല്ലാത്തവൻ്റെ ഭാഗത്ത് എത്ര നീതി ഉണ്ടായാലും ഒരു കാര്യവുമില്ല. പറഞ്ഞു വരുന്നത് സിദ്ദിഖിൻ്റെ കാര്യം മാത്രമാണ്. സിദ്ദിഖിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ സിദ്ദിഖിന് ഒരു ആഗ്രഹമുണ്ട്. ശരിക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരെ, ഇപ്പോൾ മുകേഷ് ആയാലും ഇടവേള ബാബായും തുടങ്ങിയവരൊക്കെ, അവരെയൊക്കെ മുൻകൂർ ജാമ്യം കിട്ടി, എന്നിട്ടും അറസ്റ്റ് ചെയ്ത് വിട്ടു. തനിക്ക് അങ്ങനെ പോലും ഉണ്ടാവാൻ പാടില്ല. അതായത് മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്നാണ് കേട്ടത്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച വരെ താൻ ഒരു ചോദ്യം ചെയ്യലിനോ മറ്റോ ഹാജരാവാതിരുന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ അങ്ങനെ റെക്കോർഡ് സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കോടതി പറഞ്ഞ സ്ഥിതിക്ക് പോയില്ലെങ്കിൽ ജാമ്യം കട്ട് ചെയ്യുന്ന ആലോചിക്കണം. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഒരു ആലോചന വന്നിരിക്കുന്നത്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലോ എന്ന് ഒരു കുബുദ്ധി ഉപദേശിച്ചു പോലും.
ആശുപത്രിയിൽ അഡ്മിറ്റായാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെല്ലില്ലേ? അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്താ? നേരെ ചൊവ്വേ പോയിട്ട് ചോദിക്കുന്ന ഉത്തരം പറയുക. അതിലെന്താ ബുദ്ധിമുട്ട്? കേസുകൾ മിക്കവർക്കും ഉള്ളതാണ്. പറയില്ല, ആണുങ്ങളായ കേസുണ്ടായിരിക്കും, പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും കേസുണ്ടായിരിക്കും. ഈ കേസിനല്ലേ കോടതി. അത് ജയിക്കാനും തോൽക്കാനും ശിക്ഷിക്കാനും ശിക്ഷ മേടിക്കാനും ജയിലിൽ ഇതൊക്കെ ഇതിലുള്ളതാണത്. പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് എന്തിനാ പേടിക്കുന്നത്? ഇപ്പോൾ തന്നെ ഉപദേശം കിട്ടിയിട്ടുണ്ടല്ലോ, നിന്നിപ്പോൾ ഇടക്കാല ജാമ്യം വിട്ടിരിക്കല്ലേ, 2 ആഴ്ച കഴിയുമ്പോൾ സർവ്വസ്വതന്ത്രനെ വിടുമെന്നുള്ള ഉപദേശം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ആവാം, ആവാതിരിക്കാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സിദ്ദിഖ് ചിരിക്കുന്നുണ്ടെങ്കിലും ഭയന്ന് വിറച്ച് തന്നെയാണ് നിൽക്കുന്നത്. കാരണം വക്കീൽമാരെപ്പോഴും അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഈ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പോലും തൻ്റെ കൂടെ നിൽക്കുന്നവർ, നിയമത്തെക്കുറിച്ച് അറിയാവുന്നവർ, നിയമജ്ഞന്മാരുമായിട്ട് ബന്ധമുള്ളവരൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം ലൂപ്പ് ഹോൾ ഉണ്ട്, ശരിയാണ്. ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിലും അതിൽ ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും, പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. എത്ര ധൈര്യവാനായാലും. കാരണം സിനിമയിലെ വില്ലത്തരം കാണിക്കാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ വില്ലത്തരം കാണിക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെന്താ പോകുന്നത്, കാര്യങ്ങൾ വളരെ ഭംഗിയായി പോകണം. 2 ആഴ്ച വേണ്ട, ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ച് ഉത്തരം പറയാതെ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരിക്കും വക്കീൽമാർ പറഞ്ഞു കൊടുത്ത രീതിയിലായിരിക്കും മറുപടി എന്തായാലും പറയുക. അതിൽ വിജയിച്ചാൽ അവർ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും. കാരണം ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവുണ്ട്, ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തത്. ഇതുവരെ പോലീസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. കാരണം അവരുടെ കൺമുന്നിലൂടെ ഞാനിവിടെ ഉണ്ട്, എന്താ എന്നെ അറസ്റ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെ ഒരു നോട്ടവും ചിരിയും ഒക്കെയാണ് സിദ്ദിഖ്. അവർക്ക് ഓർഡറുണ്ട്, അറസ്റ്റ് ചെയ്യരുത്, അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് അതായത് ഒരു ഒരുമയിൽ കൂടി പരസ്പരം സഹായിച്ച് പോകുന്ന രീതിയിലാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ 2 ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ ചെന്നുകൊണ്ട് ആ ചോദ്യം ചെയ്യലിന് വിധേയനാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള അവരുടെ രീതി അനുസരിച്ചിരിക്കും. നിരപരാധിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഹൈക്കോടതിയെ കുറ്റം പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയെ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ് അവിടെ പോയി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആലോചിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നൊരു 2 ദിവസത്തിനുള്ളിൽ അറിയാം. ഇനിയിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവിടെ. കാരണം സിദ്ദിഖിൻ്റെ പുറകെ ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം കേസുകളല്ല. കാരണം ഇപ്പോൾ ഏറ്റവും അടുത്തറിയാൻ കഴിഞ്ഞത്, ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ താമസിക്കുകയല്ല അവർ. അപ്പം ആദ്യകാലത്തൊരു സൂപ്പർ നായിക നടിയാണെന്ന് ആലോചിക്കണം. ആ സൂപ്പർ നായിക നടി സിദ്ദിഖിനെതിരെ ചില പരാതികൾ കൊടുക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അത് അവർ ആദ്യം കൊടുക്കണമെന്ന് വിചാരിച്ചല്ല. കാരണം ഇപ്പോൾ ഫെഫ്കയെയും WCCയെയും മോശപ്പെടുത്തിയാണ് സിദ്ദിഖ് കൊടുത്തിട്ടുള്ള ആ പരാതി സുപ്രീം കോടതിയിൽ പോയെന്ന് അറിയിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മോശപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവരാണ് ഈ നടിയെ കണ്ടുപിടിച്ചിട്ട്. കാരണം ഇത്രയും വർഷം മുമ്പ് അവർ മോഹൻലാലിൻ്റെ കൂടെ നായികയായിരുന്നു അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ പലരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. പലരും വിളിച്ച് നല്ല നടിയായിരുന്നു, നർത്തകിയായിരുന്നു ആലോചിക്കണം. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവർക്ക് പറയാനുണ്ടെന്ന് പറയാൻ കാരണം കുറേ കാലം ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി ജീവിച്ചവരാണെന്ന് ആലോചിക്കണം. പിന്നീട് അവർക്ക് ദുഃഖത്തോടെ പോകേണ്ടി വന്നു എന്നായിരിക്കണം. അവരെ കൊണ്ട് പറയിപ്പിക്കാനോ ഒരു ശ്രമം നടക്കുന്നുണ്ടോ, അതോ ശ്രമിച്ചു പരാതി കൊടുത്തിട്ടുണ്ടോ? അപ്പം അത്തരം ഒരു കേസിൽ നിന്ന് ഊരി പോരുമ്പോൾ മറ്റൊരു കേസിൽ അകപ്പെടുത്താനും അറസ്റ്റ് ചെയ്യിക്കാനും വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളെല്ലാം പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ ചിലർ, ഈ നടിയുമായി ബന്ധമുള്ള ചിലർ, ഈ നടിയുമായി ബന്ധപ്പെട്ട് ദയവ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പരാതി പിൻവലിക്കണം. നിങ്ങളിപ്പോൾ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്, നല്ല നിലയിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അതിൽ ഇടപെടരുത് എന്നും പറയുന്നുണ്ട്. അവർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തനിക്കുണ്ടായ തിക്താനുഭവങ്ങൾ, കാരണം താൻ അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരിക്കലെങ്കിലും കാണാൻ ഒരു കോളെങ്കിലും കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് അതുപോലും അന്ന് കട്ട് ചെയ്ത ബന്ധങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ വിഷമമൊക്കെ അവർക്കുണ്ടെന്ന് ആലോചിക്കണം. തന്നെ ശരിക്ക്, അതായത്
ഞാൻ ഡീറ്റെയിൽസ് പോയ പ്രശ്നമല്ലേ അത്, ആ ഡീറ്റെയിൽസ് പോകുന്നില്ല, കാരണം അവരിപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്തായാലും അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനാണ് ഇപ്പോൾ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ പറ്റില്ല, എല്ലാവരും നിശബ്ദരാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് കേസുകൾ ഇങ്ങനെ മുറുകി കുറുകി കൊണ്ടുവരാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്.